വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ നിരവധി നേതാക്കളെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ശതാബ്ദി വർഷത്തിൽ വൈക്കത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് സർക്കാർ നവീകരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ചേർന്ന് നിർവഹിക്കും. അപ്പോൾ എം കെ സ്റ്റാലിനും പിണറായി വിജയനും ചേർന്നുള്ള ഒരു അപൂർവ സംഗമം നാളെ കേരളത്തിൽ വൈക്കത്ത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ടി കെ മാധവൻ അടക്കമുള്ളവർ ജയിലിലായപ്പോൾ ചരിത്രസമരം പാതി വഴിയിൽ നിലയ്ക്കുമോ എന്ന് സംശയിച്ചു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ തന്തൈ പെരിയോർ സമരാഗ്നി ആളിക്കത്തിച്ചു. വൈക്കത്തെത്തിയ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ബ്രാഹ്മണ നേതൃത്വത്തെ ചൊടിപ്പിച്ചു. പിന്നാലെ അറസ്റ്റ്. ജയിൽ മോചിതനായ പെരിയോർ വീണ്ടും സമരത്തിന് ശക്തി പകർന്ന് രംഗത്ത് വന്നു. അയൽനാട്ടിലെ അനീതിക്കെതിരായ പോരാട്ടത്തിൽ അങ്ങനെ തമിഴകത്തു നിന്നും നിരവധി പേരെത്തി. ആ പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് വൈക്കത്തെ ഈ തന്തൈ പെരിയോർ സ്മാരകം. കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിൽക്കുന്നതിന് വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ് മുൻകൈയെടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയോരുടെ പങ്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് സ്മാരകം നവീകരിക്കുന്ന കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. 1 വർഷം കൊണ്ട് ആ പ്രവർത്തികൾ പൂർത്തിയാക്കി. നവീകരിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചേർന്ന് നാളെ നിർവഹിക്കും. ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങായാണ് സംസ്ഥാന സർക്കാരും പരിപാടിയെ കാണുന്നത്. അതിൻ്റെ ഉള്ളടക്കമാകെ വരും തലമുറയ്ക്കൊക്കെ ബോധ്യപ്പെടാൻ കഴിയുന്ന രൂപത്തിലാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചരിത്ര നിമിഷമാണ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് വൈക്കത്ത് നടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി കാലകൂട്ടി എത്തിച്ചേരും. 8,14,00,000 രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. സ്മാരകത്തിനൊപ്പം വിപുലമായ ഒരു ഗ്രന്ഥശാലയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്തൈ പെരിയോരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മ്യൂസിയവുമുണ്ട്. നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ ഇന്ത്യൻ മണ്ണിൽ പാകിയ ഐതിഹാസിക സമരം, അതിൽ തമിഴ്നാടിൻ്റെ പങ്കെന്ത് എന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു നൽകുകയാണ് വൈക്കം വീരൻ തന്തൈ പെരിയോറിൻ്റെ ഈ സ്മാരകത്തിലൂടെ. കോട്ടയത്ത് നിന്ന് ആനന്ദുവിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. ഒപ്പം തന്നെ നമ്മുടെ ബീന ജയ് ചേച്ചിയുടെ മകൻ സിദ്ധാർത്ഥ് എന്ന് വിളിക്കുന്ന ചിക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കുവിന് ഹാപ്പി 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 ബർത്ത്ഡേ. മിനി ബാബു ചേച്ചിയെ കാണാനില്ല എന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. എവിടെയാണെങ്കിലും ഓടി വരിക എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയും.